കേവലം മൃത്യുവാണ് ജയിക്കുന്നത്. നമസ്കാരം, ഞാൻ ആദർശ്. കൽക്കിയിലെ അമിതാഭ് ബച്ചന്റെ മലയാള സൗണ്ട് കേൾക്കാം ആദർശിന്റെ സൗണ്ടിൽ. സമയമായിരിക്കുന്നു. അമിതാഭ് ബച്ചൻ എന്ന് പറയുന്ന ആ മഹാനടൻ്റെ വോയിസിന് വേണ്ടിയിട്ട് എൻ്റെ പ്രിയ സുഹൃത്തും സഹോദരനുമായ അരുണും അജിത്തും അവരുടെ കമ്പനി ഓക്സ്കോമും ഒരുപാട് പേരെ തപ്പി നടന്നു. എന്നിട്ട് അവസാനമാണ് അവർ എന്നെ സമീപിക്കുകയും എന്നെ സെലക്ട് ചെയ്യുകയും ചെയ്തത്. അതിലെനിക്ക് അവരോട് വളരെ കൃതാർത്ഥതയുണ്ട്. എനിക്ക് മരണം വരെ മറക്കാത്ത നന്ദിയും കടപ്പാടും അവരോടുണ്ട്. കമൽഹാസൻ സാറാണ് അതിനകത്തെ മെയിൻ വില്ലൻ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്, സുപ്രീം. അപ്പോൾ ആ ക്യാരക്ടറിൻ്റെ തൊട്ട് താഴെ ഒരു വില്ലനുണ്ട്. അപ്പോൾ അതിന് വോയിസ് ചേഞ്ച് ചെയ്ത് ചെയ്യാമോ ചേട്ടാ എന്ന് എന്നോട് അരുണും അജിയും ചോദിച്ചു. ഞാൻ പറഞ്ഞു ചെയ്യാം. അങ്ങനെ അതും ഞാനത് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടോ എന്തോ ഞാൻ ചെയ്തിട്ടുള്ള ഒരു സാധനത്തിനോടും എനിക്ക് സാറ്റിസ്ഫാക്ഷൻ വളരെ കുറവാണ്. കാരണം നമ്മളല്ലല്ലോ തീരുമാനിക്കുന്നത് നമ്മൾ എന്താണ് ചെയ്യുന്നത്. അത് പ്രേക്ഷകർ ഉൾക്കൊള്ളുമ്പോഴാണ് ആ ഒരു വർക്കിന് വിജയം ഉണ്ടാവുക. അതുമാത്രമേ ഉള്ളൂ. ഞാനിപ്പോഴും കൊച്ചുകുട്ടിയാണ്. ഇതിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഞാൻ ഇനിയും എത്തണമെങ്കിൽ ചിലപ്പോൾ എൻ്റെ ജന്മങ്ങൾ ഒരുപാട് കഴിയേണ്ടി വരും. അങ്ങനെയുള്ളൊരു രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ രക്ഷിക്കും. ഹായ് ആദർശ്. ഹായ്. ഇനി നമുക്ക് കൽക്കിയിലെ അമിതാഭ് ബച്ചന്റെ മലയാള സൗണ്ട് കേൾക്കാം. ഓക്കെ. ഭഗവാന്റെ ഉള്ളിലാണ് സൃഷ്ടികർമ്മം നടക്കുന്നത്. ആ ഭഗവാനാണ് അമ്മയുടെ ഉദരത്തിൽ. അടിപൊളി. എപ്പോഴത്തെയും പോലെ സ്റ്റാർ വിതുരയിലേക്ക് വീണ്ടും എന്നെ ക്ഷണിച്ചതിൽ വളരെയധികം നന്ദിയുണ്ട്. സജയ്ക്കിനും അതുപോലെ തന്നെ അതിൻ്റെ പിന്നിലുള്ള ഒരുപാട് അണിയറ പ്രവർത്തകരുണ്ട്. അവർക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത് ഡബ് ചെയ്തതാണ്, അഭിനയിച്ചതല്ല. അഭിനയിച്ചത് റാണി എന്ന് പറയുന്ന ഒരു ചിത്രത്തിൽ വേഷം ചെയ്തു ആദ്യമായിട്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കൽക്കി എന്ന് പറയുന്ന ചിത്രത്തിൽ ഞാൻ നമ്മുടെ അമിതാഭ് ബച്ചൻ എന്ന് പറയുന്ന ആ ഒരു മഹാനായ കലാകാരന് വോയിസ് നൽകാൻ പറ്റി. അദ്ദേഹത്തിന് അതിന് മുന്നിൽ ഞാൻ ചെയ്തിരുന്നത് ഗൺപത് എന്ന് പറയുന്ന സിനിമയിലായിരുന്നു. അപ്പം അതിന് ശേഷമാണ് നമ്മുടെ പ്രഭാസിന് നിത്യം വോയിസ് കൊടുക്കുന്ന എൻ്റെ പ്രിയ അനുജനും സുഹൃത്തുമായ അരുൺ, അതുപോലെ നമ്മുടെ ജയസൂര്യയുടെ അനിയൻ അജിത്ത്, അപ്പോൾ അവരൊക്കെ ചേർന്നുള്ള ഓക്സ്കോം എന്ന് പറയുന്ന കമ്പനിയാണ് ആ ഒരു ചിത്രം മലയാളത്തിലേക്ക് എടുത്തിട്ട് വർക്ക് ചെയ്തത്. അപ്പോൾ അതിൽ നീരജ എന്ന് പറയുന്ന ഒരു സഹപ്രവർത്തകയുമുണ്ട്. വളരെ ബഹുമാന്യതയാണ്. പുള്ളിക്കാരിയൊക്കെ ഇരുന്നിട്ടാണ് എന്നെ കൊണ്ട് ഈ ഒരു പടം ഒന്ന് ചെയ്യിച്ചത്. അപ്പോൾ അത് വളരെ കുറച്ച് റിസ്കി ആയിരുന്നു. എന്നാൽ വളരെ റിസ്ക് ആണെന്ന് പറയാനില്ല, എങ്കിലും റിസ്കി ആയിരുന്നു. 2 ഷെഡ്യൂളായിട്ടാണ് ആ പടം ഞാൻ വർക്ക് ചെയ്ത് കഴിഞ്ഞത്. അത് ലാൽ മീഡിയയിലായിരുന്നു ചെയ്തത്. പിന്നെ അതിനകത്ത് ദുൽഖർ സൽമാൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളി ഹൈദരാബാദിൽ നിന്നാണ് അതിൻ്റെ വോയിസ് ഡബ് ചെയ്ത് അയച്ചത് മലയാളം. പുള്ളി പ്രഭാസിൻ്റെ വളർത്തച്ഛനായിട്ടുള്ളൊരു ക്യാരക്ടറാണ് ചെയ്തിരുന്നത്. പിന്നെ അന്നാബൻ അങ്ങനെ പിന്നെ ഇതിനകത്ത് നായികയ്ക്ക് വോയിസ് കൊടുത്തിരുന്ന ഏഞ്ചൽ, അവരൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് അതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം പ്രതിഫലനം നമുക്ക് ആ പടത്തിനകത്ത് കാണാൻ പറ്റും. ഇപ്പോൾ നെക്സ്റ്റ് അടുത്ത് അമിതാഭ് ബച്ചൻ സാറിൻ്റെ തന്നെ പുതിയൊരു ഫിലിമിന് വേണ്ടിയിട്ട് കൊച്ചിയിലേക്ക് എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. ഈ വരുന്ന ആഴ്ച തന്നെയാണ് അതിൻ്റെയും വർക്ക് നടക്കുക. അത് തുടങ്ങാൻ പോവുകയാണ്. അതെ, അത് എൻ്റെ സഹപ്രവർത്തക പ്രിയ എന്ന് പറയുന്ന കുട്ടിയാണ് വിളിച്ചിരിക്കുന്നത്. ഇതിന് മുന്നേ ഞാൻ ചെയ്തത്, കൽക്കിക്ക് മുന്നേ ചെയ്തത് കൈലാഷ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു സഹോദരനുണ്ട്. പുള്ളിയുടെ പിന്നെ ബെഡേമിയ ചോട്ടേമിയ എന്ന് പറയുന്ന മൂവിയിൽ അക്ഷയ് കുമാറിന് ഞാൻ ചെയ്തിരുന്നു. ആ പടവും നഷ്ടമില്ലാതെ വിജയിച്ച ഒരു മൂവിയായിരുന്നു. അപ്പോൾ അതിനകത്തും ഞാൻ ചെയ്തിരുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത് അരുണിനോടും അർജുനോടും, അവരുടെ പ്രൊഡക്ഷൻ ഹൗസ്. പിന്നെ ഇപ്പോൾ സൂര്യ TV യിൽ
പോകുന്ന രാമായണം എന്ന് പറയുന്ന സീരിയലിലെ രാവണൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന് എൻ്റെ വോയിസാണ് ഞാൻ കൊടുക്കുന്നത്. പിന്നെ ഏഷ്യാനെറ്റിലെ എൻ്റെ നിത്യവരുമാനമുള്ള ജോലി വർഷങ്ങളായിട്ട് ഏഷ്യാനെറ്റിൽ. അതെ അതെ അതെ, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവിധ ആശംസകളും. താങ്ക് യു. അപ്പോൾ വീണ്ടും മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി കാണാം. സൈനിങ് ഔട്ട് ഫ്രം സ്റ്റാർദുര ബൈ സജീഖ് വിതുരയോടൊപ്പം ആദർശ് വിതുര. യുദ്ധത്തിൽ കേവലം മൃത്യുവാണ് ജയിക്കുന്നത്.